ഹലോ ഗൈസ്, ഇത് പറപ്പൂക്കര പഞ്ചായത്ത് വഴി നടത്തുന്ന ഒരു ബാലകലോത്സവമാണ്. അത് നടക്കുന്നത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നന്ദിക്കര വെച്ചിട്ടാണ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാവരെയും കൂടിയും നമ്മൾ അവരെ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ നിറയെ ആൾക്കാരും നിറയെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ സ്കൂളിലെത്തി. സ്കൂളിൽ ഭയങ്കര വരവേൽപ്പൊക്കെ ആയിരുന്നു കേട്ടോ. നാരങ്ങ മിഠായി എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ നാരങ്ങ മിഠായി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തരികയും ചെയ്തു കേട്ടോ. കുട്ടികൾക്കൊക്കെ 2 വെച്ചൊക്കെ തന്നു. അതൊക്കെ കഴിഞ്ഞ് സ്റ്റേജിലെത്തിയപ്പോൾ അവിടുത്തെ പിള്ളേർ പാട്ട് പാടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ട് കേൾക്കാൻ. പിന്നെ അവിടെ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി വന്നിട്ട് അവിടുത്തെ പ്രസംഗമൊക്കെ എന്താ പറയുക, ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇവർക്ക് പുഞ്ചിരി മത്സരമാണ്. എല്ലാ കുട്ടികളെയും സ്റ്റേജിൽ കൊണ്ട് നിർത്താൻ പറഞ്ഞു. എല്ലാ പിള്ളേരെയും കൂടി കൊണ്ട് നിർത്തിയപ്പോൾ മൊത്തം കരച്ചിൽ, ബഹളം, മേളം. പിന്നെ കരയണ കുട്ടികളെ അമ്മമാർ കൊണ്ടുപോയി. പിന്നെ ഇവളെയും കൊണ്ട് നിർത്തിയിട്ട് നീലുവിനെയും കൊണ്ട് നിർത്തി. അവളെ ഏറ്റവും ബാക്കിൽ പോയി അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പുഞ്ചിരിക്കാനൊന്നും അവൾക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നേരെ കുറേ കുട്ടികളുടെ പാട്ടുകൾ, ആക്ഷൻ സോങ്ങുകൾ അതൊക്കെ കഴിഞ്ഞ് ഓരോ പിള്ളേർ അവളും പാടി അവളുടെ അതായത് നമ്മുടെ അംഗനവാടിയിലെ കുട്ടികളാണ് കേട്ടോ. അവളും പാടുന്നുണ്ട്, മീനാക്ഷി, അങ്ങനെ ഓരോരുത്തർ ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടി. അത് കഴിഞ്ഞപ്പോൾ ഒരു പെർഫോമൻസ് കണ്ടു. ഒരു നല്ല രസമുണ്ടായിരുന്നു. വയനാടിൻ്റെ ആ ദുരന്ത ഭൂമിയെ കുറിച്ചിട്ടുള്ളൊരു പെർഫോമൻസ്. അന്ന് അടിപൊളി. എല്ലാവരും കണ്ണിൽ നിന്നും ഒരു ദിവസം വെള്ളം വന്നു തുടങ്ങി. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു അത് വളരെ നന്നായിട്ട് ആ കുട്ടിയെ അഭിനയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ആ ഒരു ദുരന്ത ഭൂമിക്ക് നമ്മളും കൂടി എത്തിച്ചേർന്ന പോലെയായിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്. അടിപൊളിയായിട്ട് നല്ലൊരു ഭാവിയുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് നേരെ മുഴുകി വെളുത്തപ്പോഴേക്ക് ഇല്ലാതായ ഉരുൾപൊട്ടലിന്റെ വേദനയിൽ ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ ജനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ, അവർക്കുള്ള സഹായ വാഗ്ദാനങ്ങളും ക്രൂരമായുള്ള ശ്രമത്തിന്റെ ഫലമായി ഒരു ജനതയെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളും. പിന്നെ മോളുടെ പ്രച്ഛന്ന വേഷം ആമയായിരുന്നില്ല. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾ ചെന്ന് അപ്പം തന്നെ എനിക്ക് പോന്നു. പിന്നെ അവളുടെ കൂട്ടുകാരത്തി ബെസ്റ്റ് ഫ്രണ്ട് ഹയേനേറ്റ് നാരങ്ങ മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് അവർ പരസ്പരം നല്ല വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവളും ഭയങ്കര കരച്ചിലൊക്കെ അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞ് അവരുടെ ഗ്രൂപ്പ് ഡാൻസുകൾ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡാൻസുകളൊക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾക്കൊരു പാട്ടും ഡാൻസും പഠിപ്പിച്ചെടുത്തത് അതൊന്നും കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവർക്കൊക്കെ കിട്ടി. ഭയങ്കര സന്തോഷമായി. ട്രോഫിയൊക്കെ മേടിച്ചു എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സന്തോഷത്തിൽ അവളും വന്ന് എന്നോട് പറയണ്ടായിരുന്നു, അമ്മേ അത് ട്രോഫി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വിജയലക്ഷ്മി ടീച്ചറാണ് അവർക്ക് കൊടുത്തത്. അങ്ങനെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ കിട്ടി. സന്തോഷമായി. അതും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിന്നെ ഓരോരുത്തരായിട്ട് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യുക.